കാണുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം ചില യുവാക്കളെ ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്നു എന്ന് ഞാനിന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ. എന്നാൽ ദൈവജനം അല്ലെങ്കിൽ ഓരോ യുവജനങ്ങളും ഇന്ന് രാവിലെ മനസ്സിലാക്കണം, അതിൽ ഒരാളായി നമ്മൾ ഇന്ന് മാറ്റപ്പെടുവാനായിട്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. കരം ശരിക്കും പോകുന്നില്ല. ഹല്ലേലൂയ. ധൈര്യത്തോടെ ഈ തലമുറയിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനായി, ദൈവത്തിന് വേണ്ടി ചെറുപ്പക്കാരിയായി ദൈവനാമത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ശക്തിയോടൊന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസികൾ വളരെ ആനന്ദത്തോടെ കരമുയർത്തി. എന്നാൽ ചെറുപ്പക്കാർക്ക് ഒരു വലിയ ആവേശം വരുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തലമുറയിൽ ദൈവം എന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ വച്ചിരിക്കുന്നത് ദൈവം തന്ന ആരോഗ്യമാണ്, ദൈവം തന്ന വിദ്യാഭ്യാസമാണ്, ദൈവം തന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം. എന്നാൽ ഈ തലമുറയിൽ കർത്താവെ അങ്ങ് ഉപയോഗിക്കുന്ന വ്യക്തിയായി മാറ്റപ്പെടണമെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കണം. അതിനു വേണ്ടി ദൈവമാകെ നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ഞാൻ വാക്കുകളെ അധികം ദീർഘമാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ അസരിയാവിന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയ കാര്യമാണ്. അതിന് 2ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ, അന്നത്തെ യഹൂദ രാജാവായിരുന്ന ആസയുടെ ജീവിതത്തിൽ ഈ വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു യുവാവ്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ രാജാവിനെ ഉപദേശിക്കുവാൻ തക്കവണ്ണം അവൻ കഴിവുള്ളവനായി രാജാവിനെ ഉപദേശിക്കാൻ തുടങ്ങി. കാരണം ആ ആസയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേലിന് ഒരു വലിയ അനുഗ്രഹമുണ്ടായി. ആ ആസയുടെ ഭരണം യഹൂദന്മാരുടെ അല്ലെങ്കിൽ യഹൂദിയിലെ ഒരു വലിയ അനുഗ്രഹമായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. പക്ഷെ അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹല്ലേലൂയ ആസയല്ല, എന്നാൽ അവനെ ഉപദേശിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ നിയോഗിതനായി തീർന്ന ഒരു അസരിയാണ് അവന്റെ വിജയത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയുടെ അനുഗ്രഹത്തിന്റെ മുഴുവൻ കാരണം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ സേവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധിക്കും വേർപാടിന് നാം പ്രാധാന്യം കൽപ്പിച്ച ദൈവത്തിന് വേണ്ടി നിന്നാൽ ഹല്ലേലൂയ, നമ്മൾ സമൂഹത്തിനും നാടിനും വീടിനും സഭയ്ക്കും എല്ലാം പരിവർത്തനമുണ്ടാകുവാൻ നമ്മളെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഈ പകൽക്കാലം ഓരോ യുവജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ യുവജനങ്ങളും ഹല്ലേലൂയ പല വീടുകൾ, ഞങ്ങൾ പാസ്റ്റേഴ്സാണ്, ഞങ്ങൾക്കറിയാം ഓരോ വീടുകളിലും ഇന്നത്തെ തലമുറ അവർക്കൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. സഭകൾക്ക് പലപ്പോഴും തലവേദനയായി മാറ്റപ്പെടുന്ന അനുഭവങ്ങൾ. എന്നാൽ ഇവിടെ ആ അസര്യാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ വലിയ മിടുക്കനെ അദ്ദേഹം ഉപദേശിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, ആ രാജ്യത്തിന് അവൻ അനുഗ്രഹമായി. വിശുദ്ധിയിലും വേർപാടിലും പ്രിയ യുവജനങ്ങളെ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ഈ രാജ്യത്തിന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. കാരണം അസര്യാവിനെ അങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുവാനിടയായി തീർന്നത്. കാരണം അത്ര ഉന്നതമായ അനുഭവത്തിൽ അസര്യാവിനെ ദൈവം ഉപയോഗിച്ച് വെറും ഒരു സാധാരണ കുടുംബത്തിലെ അംഗം, പക്ഷേ അവൻ വിശുദ്ധിക്കും വേർപാടിനും നിൽക്കുവാനിടയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. അവൻ ദൈവത്തിന്റെ അരുളപ്പാടുകളെ രാജാവിനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുവാനിടയായി. നമ്മുടെ രാജ്യം എങ്ങനെ പോകണമെന്ന് പോലും പറയുവാൻ എന്റെ ദൈവം അവനെ ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ ആ അസര്യാവിനെ പോലെ
ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണമെങ്കിൽ നമ്മൾ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുക്കണം. ആ അനുഭവത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ കഴിവുകേടുകളെ മാറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ കഴിവുള്ളവരായി നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുവാനിടയായി തീരും. നാടിന് ഇന്നത്തെ യുവജനങ്ങൾ വളരെ വലിയ തലവേദനയായി മാറുകയാണ്. എന്നാൽ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുമെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ നാട്ടിലും അറിയപ്പെടുന്നവരായി മറ്റുള്ളവരുടെ മുമ്പാകെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളുവാനിടയായി തീരും. മാത്രമല്ല നിങ്ങളുടെ വീടിന് പോലും. ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ്, നേരിട്ട് കണ്ട ഒരു അനുഭവമാണ്. കാരണം ഒരു വീട്ടിൽ ആ മകൻ കയറി ചെല്ലുമ്പോൾ കതകിന് മുട്ടി. എന്നാൽ കതകിന് മുട്ടിയപ്പോൾ ആ അമ്മ കതവിന്റെ അടുക്കലേക്ക് വന്നിട്ട് വെറും നിസ്സാരരായ ഒരു വീടല്ല, ഉന്നതരുടെ ഒരു ഭവനമാണ്. എന്നാൽ ആ കതവിന് അടുക്കലേക്ക് വന്നിട്ട് നോക്കിയപ്പോൾ മോനാണ് വന്നത്. എന്നാൽ അമ്മ ആ മോനോട് പറയാണ്, ഗെറ്റ് ഔട്ട് കലവുണ്ട്, വീട്ടിൽ നിന്ന് പൊക്കൊള്ളാൻ പറഞ്ഞത്. അവനെ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ കഞ്ചാവിനും മദ്യത്തിനും എല്ലാം അടിമയായി തീർന്ന് അവന്റെ ജീവിതം പരാജയമായി തീർന്ന് അവൻ ഭവനത്തിന് ഒരു തലവേദനയായി മാറി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, ലോകത്തിൽ ഇന്നെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ യുവജനങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇതിനൊന്നും അടിമയാകരുത്. നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടായില്ല. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. എന്നാൽ അസരിയാവ് ഒരു വലിയ സമൂഹം പാപത്തിലേക്ക് പോകുമ്പോഴും യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനിടയായി അവന്റെ മേൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നു. അവൻ ദേശത്തിന് മാത്രമല്ല വീടിനും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യുവജനങ്ങളോട് നിങ്ങൾ വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ ചിലപ്പോൾ സഭയിൽ ഒരു വലിയ സമൂഹം മറ്റൊരനുഭവത്തിലേക്ക് പോയേക്കാം. എന്നാലും ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളായി ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിന്റെ സഭ എങ്ങനെ പോകണമെന്നുള്ള കാര്യം പോലും ചിലപ്പോൾ ദൈവദാസന്മാരെ പോലും ഉപദേശിക്കാൻ ദൈവം നിങ്ങളെ പ്രവാചകന്മാരായി ഉപയോഗിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ നാമായി ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഒരു വലിയ പരിവർത്തനം നമ്മുടെ സെക്ഷൻ, അതുപോലെ നമ്മുടെ സഭാതലങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിൽ, കുടുംബങ്ങളിൽ വരെ ഒരു വലിയ വ്യതിയാനമുണ്ടാക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചുകൊണ്ട് അനന്യരായി, ദൈവ സാന്നിധ്യമുള്ളവരായി, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി തീരുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാഞ്ഞിരകുളം സെക്ഷനിലുള്ള ഓരോ യുവജനങ്ങളും അസരിയാവിനെ പോലെ ദൈവത്തിന്റെ കൃപയിൽ ജ്വലിച്ച് പ്രകാശിക്കുന്നത് കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവം ഈ ആരംഭ സമയം തന്നെ സമർപ്പിക്കുവാൻ ഞാൻ ദൈവാത്മാവിനാൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവേ, അസരിയാവിനെ അന്ന് ഉപയോഗിച്ചതുപോലെ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പറയും. ഞങ്ങളുടെ ഭവനത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ദേശത്തിന്, എൻ്റെ വീടിന് ഹല്ലേലൂയ ഒരു പരിവർത്തനമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. ഈ തലമുറയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിർത്തുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് തലകൾ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഈ സെക്ഷൻ CA ക്യാമ്പിന്റെ കർത്താവേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആരംഭിച്ചു എങ്കിലും ഇന്ന് ഈ ക്യാമ്പിന്റെ കർത്താവേ രണ്ടാം ദിനം, ഈ ആരംഭ നിമിഷം ദൈവത്തിന്റെ പ്രത്യേകമാകുന്ന സാന്നിധ്യം പിതാവേ ഈ CA അംഗങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കർത്താവേ ഓരോ CA അംഗങ്ങളും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിന്നു. അസരിയാവിനെ പോലെ ഹല്ലേലൂയ ഞങ്ങൾ വളരെ വിദ്യാഭ്യാസത്തിൽ കുറഞ്ഞവരായിരിക്കാം.
ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കഴിവ് കേടുകൾ കണ്ടേക്കാം. എന്നാൽ വിശുദ്ധിയോടെ വേർപാടോടെ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങളെ ശക്തന്മാരാക്കി, ഞങ്ങളുടെ കഴിവുകേടുകളെ മാറ്റി ഞങ്ങളെ കഴിവുള്ളവരാക്കി കർത്താവിന്റെ നാമത്തിന് മഹത്വമുള്ളവരാക്കി തീർക്കുവാൻ അങ്ങേക്ക് കഴിയും. അസര്യാവിനെ പോലെ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഓരോ ചെറുപ്പക്കാരെ ഉപയോഗിക്കണമേ. ദൈവം അതിനായി ആ ആത്മാവിന്റെ വലിയ അഭിഷേകം അവിടെ മേൽ പകർന്ന് വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ധൈര്യസമേതം സഭകളിലും ഭവനങ്ങളിലും ഹല്ലേലൂയ നാട്ടിലും വീട്ടിലും എല്ലാം ഒന്നുപോലെ ഉപയോഗിക്കപ്പെടുവാൻ ഈ യുവജനങ്ങളെ ദൈവം സഹായിക്കണമേ. മുതിർന്നവരെ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ സഭകൾക്ക് ദേശങ്ങൾക്ക് ഇവരൊരു വലിയ അനുഗ്രഹമായി തീരണമേ. അതിനായി ഈ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. കർത്താവിന്റെ മഹത്വം. നമ്മുടെ ഈ സെഷൻ ക്യാമ്പ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് നമ്മെ വളരെ അനുഗ്രഹീതമായ നിലയിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത പ്രിയ ദേവദാസനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ദൈവനാമത്തിന് വേണ്ടി കൊടുക്കേണ്ടുന്ന സമയത്തെ വേർതിരിക്കുന്നു. അതിനോട് ചേർന്ന് ആരാധനയ്ക്കായിട്ടും അല്പസമയങ്ങൾ വേർതിരിക്കുന്നുണ്ട്. നമുക്ക് അതിനായിട്ട് സമയങ്ങളെ വേർതിരിക്കാം. ക്യാമ്പിന് ഒത്തിരി ചെലവുകളുണ്ട്. കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാദേശിക സഭകൾ ദൈവദാസന്മാർ ഈ സെക്ഷനായിട്ടുള്ള കൂട്ടത്തരവാദത്തോടെ നിങ്ങൾ നീട്ടിയ നന്മകളാണ് സിയയുടെ നാളുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നത്. ഇന്ന് പകലിലും ദൈവനാമത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി കൊടുക്കുവാൻ സിയയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്കായിട്ട് പ്രിയ ഗായകർ ഒരു ഗാനം ആലപിക്കും. അതിനോട് ചേർന്ന് ഓഫറിംഗ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് അല്പസമയങ്ങൾ വീണ്ടും ആരാധനകൾക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കുന്നു.